ലോകത്തിന്റെ ഊർജ്ജധമനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു വൻശക്തി പോരാട്ടത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ മണ്ണിൽ നിന്നും ഉയരുന്ന യുദ്ധകാഹളം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഒരു മഹാവിസ്ഫോടനത്തിന് തുടക്കമാകുമോ എന്ന ഭീതിയിലാണ് ലോകം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ 48 മണിക്കൂർ അന്ത്യശാസനം ഈ പ്രതിസന്ധിയെ അതിന്റെ പരകോടിയിൽ എത്തിച്ചിരിക്കുന്നു. ആഗോള എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗം കടന്നുപോകുന്ന ഈ ഇടുങ്ങിയ കടൽപ്പാതയിൽ തോക്കുകൾ സംസാരിച്ചു തുടങ്ങിയാൽ അതിന്റെ ആഘാതം വരും ദശകങ്ങളിൽ ലോകം അനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് ഇത്രമേൽ നിർണായകമാവുന്നത്? ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഒമാനും ഇറാനും ഇടയിലുള്ള അതിലോലമായ ഒരു ജലപാതയാണിത്. ഇതിന്റെ ഏറ്റവും കുറഞ്ഞ വീതി വെറും 33 കിലോമീറ്റർ മാത്രമാണ്. എന്നാൽ ഈ ചെറിയ പാതയിലൂടെയാണ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മൂന്നിലൊന്നും കടന്നു പോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ലോകവിപണിയിലെത്താൻ ഈ കടലിടുക്ക് കടന്നേ മതിയാകും. ഈ പാതയിൽ ഒരു ചെറിയ തടസ്സം നേരിട്ടാൽ പോലും ആഗോള എണ്ണവില മണിക്കൂറുകൾക്കുള്ളിൽ കുതിച്ചുയരും. വിതരണ ശൃംഖല തകരുന്നത് ഉൽപാദന മേഖലയും ഗതാഗതത്തെയും ബാധിക്കുമെന്നും ലോകമൊട്ടാകെ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. അതിനാൽ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം എന്നത് ആഗോള സാമ്പത്തിക സുരക്ഷയുടെ താക്കോൽ കൈവശം വയ്ക്കുന്നതിന് തുല്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് 48 മണിക്കൂറിനുള്ളിൽ കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ ആവശ്യപ്പെട്ടത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. സാധാരണ നയതന്ത്ര ചർച്ചകൾക്ക് പകരം സൈനിക നടപടിയുടെ ഭാഷയിലാണ് ട്രംപ് സംസാരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളെയും വൈദ്യുത ഗ്രിഡുകളെയും ലക്ഷ്യം വെക്കുമെന്ന ഭീഷണി ഒരു പരമ്പരാഗത യുദ്ധത്തിന്റെ പരിധിക്കപ്പുറമാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ എണ്ണ ശുദ്ധീകരണ ശാലകളും ഊർജ്ജ സ്രോതസ്സുകളും തകർക്കുന്നതിലൂടെ രാജ്യത്തെ പൂർണ്ണമായും നിശ്ചലമാക്കുക എന്നതാണ് അമേരിക്കയുടെ തന്ത്രം. മേഖലയിൽ ഇതിനോടകം തന്നെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളും ബോംബർ വിമാനങ്ങളും നിലയുറപ്പിച്ചു കഴിഞ്ഞു. നാറ്റോ സഖ്യകക്ഷികളുടെ പിന്തുണയും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നതാണ് യുദ്ധസാധ്യത വർദ്ധിപ്പിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്കിലെ തടസ്സം അവരുടെ ആഭ്യന്തര വിപണികളെ തകർക്കുമെന്നതിനാൽ ഏതുവിധേനയും കടൽപ്പാത തുറന്നുപിടിക്കുക എന്നതാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. തങ്ങളുടെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികളുടെ ഡീസലൈസേഷൻ പ്ലാന്റുകൾ തകർക്കുമെന്നതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈറ്റ് തുടങ്ങിയവ കുടിവെള്ളത്തിനായി ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിക്കുന്നത് കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളെയാണ്. സൗദിയിലെ ജുബൈൽ പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകൾക്ക് നേരെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് കുടിവെള്ളം ഇല്ലാതാകും. ഇത് സൈനികമായ ഒരു നീക്കത്തെക്കാൾ ഉപരിയായി വലിയൊരു മാനുഷിക ദുരന്തത്തിനും വഴിവെക്കും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിയൊഴിക്കേണ്ടി വരികയും രോഗങ്ങളും പട്ടിണിയും പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇറാൻ മുന്നിൽ കാണുന്നു. സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് പകരം ജനതയുടെ ജീവനാഡിയായ കുടിവെള്ളം ലക്ഷ്യം വെക്കുന്നത് യുദ്ധതന്ത്രത്തിലെ ഏറ്റവും ക്രൂരമായ മുഖമാണ്. ഹോർമുസ് കടലിടുക്കിലെ ഒരു യുദ്ധം ആഗോള വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബാരലിന് $150 മുകളിലേക്ക് എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കും. വാൾസ്ട്രീറ്റ് മുതൽ ഏഷ്യൻ വിപണികൾ വരെ ഓഹരി വിപണിയിൽ വൻ തകർച്ച നേരിടും. നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളായ സ്വർണത്തിലേക്കും ഡോളറിലേക്കും മാറും. ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വില വർധനവിനും കാരണമാകും. യുദ്ധമേഖലയിലുള്ള കപ്പൽ യാത്രകൾക്ക് ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്നത് ചരക്കുകൂലി ഉയർത്താനും കാരണമാകും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങളിൽ ഒതുങ്ങില്ല. ഇസ്രയേലി സംഘർഷത്തിൽ നേരിട്ട് ഇടപെടാൻ സാധ്യതയേറെയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേൽ ഈ സാഹചര്യം ഉപയോഗിച്ചേക്കാം. മറുഭാഗത്ത് ഹിസ്ബുള്ള, ഹൂതി വിമതർ തുടങ്ങിയ ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഇസ്രയേലിനും സൗദി അറേബ്യയ്ക്കും നേരെ ആക്രമണം കടുപ്പിക്കും. ഇത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലെത്തിക്കും. റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ ഈ ഘട്ടത്തിൽ നിർണായകമാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളെ അവർ എങ്ങനെ നേരിടുമെന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ മാറ്റിവരയ്ക്കും. നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ സൈനിക വെല്ലുവിളികളിലേക്ക് നീങ്ങുന്നത് ലോക സമാധാനത്തിനും ഭീഷണിയാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരു വിഭാഗങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. 48 മണിക്കൂർ എന്ന സമയപരിധി അവസാനിക്കുമ്പോൾ ഒരു പ്രകോപനപരമായ വെടിവെപ്പ് പോലും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. അമേരിക്കയുടെ സുരക്ഷാ കവചം അവർക്ക് ആവശ്യമാണെങ്കിലും ഇറാന്റെ ഭീഷണി അവരുടെ ജനതയുടെ കുടിവെള്ളവും സുരക്ഷയും അപകടത്തിലാക്കുന്നു. ചർച്ചകളിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതിനപ്പുറം മറ്റൊരു പോംവഴി ഈ രാജ്യങ്ങൾക്ക് മുന്നിലില്ല. ഹോർമുസ് കടലിടുക്കിലെ ഈ പ്രതിസന്ധി ലോകത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. നാം വസിക്കുന്നത് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥയിലാണ്.
പശ്ചിമേഷ്യയിലെ ഒരു ചെറിയ കടൽപ്പാതയിൽ ഉണ്ടാകുന്ന സംഘർഷം അമേരിക്കയിലെയും യൂറോപ്പിലെയും ഇന്ത്യയിലെയും സാധാരണക്കാരന്റെ അടുക്കളെ വരെ ബാധിക്കും. 48 മണിക്കൂർ എന്ന അന്ത്യശാസനം അവസാനിക്കാൻ ഇനി അധികം സമയമില്ല. ഈ സമയപരിധി ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ അതോ വിവേകപൂർണമായ ഒരു പിന്മാറ്റത്തിലേക്ക് വഴിമാറുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. യുദ്ധമാർക്കും ഗുണം ചെയ്യില്ല എന്ന ചരിത്ര സത്യം നിലനിൽക്കുമ്പോഴും അധികാരഗർവവും രാഷ്ട്രീയ താല്പര്യങ്ങളും വീണ്ടും ലോകത്തെ വിനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ആയുധങ്ങൾ താഴെ വെച്ച് നയതന്ത്രത്തിന്റെ പാത സ്വീകരിച്ചില്ലെങ്കിൽ ഹോർമുസ് കടലിടുക്കിലെ തിരമാലകൾക്കൊപ്പം ലോകത്തിന്റെ സമാധാനവും സാമ്പത്തിക സുസ്ഥിരതയും ഒലിച്ചു പോയേക്കാം.